ലോകമെമ്പാടുമുള്ള പ്രൊഫഷണലുകളും ബിസിനസ്സുകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമായ ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റ നിയമങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു പുതിയ വിസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഗോൾഡ് കാർഡ് വിസ. ട്രംപിന്റെ നയങ്ങൾ പൊതുവെ കുടിയേറ്റ വിരുദ്ധമാണെന്ന് വിമർശനം ഉയരുമ്പോഴും ഈ പുതിയ പദ്ധതി ലോകമെമ്പാടുമുള്ള ടോപ്പ് ടാലൻസിനെ അമേരിക്കയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിടുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വസ്തുത. എന്താണ് ഈ ഗോൾഡ് കാർഡ് വിസ? ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കുക? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഗോൾഡ് കാർഡ് വിസ എന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള വിസ സമ്പ്രദായത്തിലെ പ്രത്യേകിച്ച് H-1B പോലുള്ളവയിലെ പരിമിതികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ ഇമിഗ്രേഷൻ സ്ട്രീമാണ്. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഇത്. ഇതിന്റെ പ്രധാന സവിശേഷതകൾ ഇനി നോക്കാം. ഒന്നാമതായി ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സിംഗ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് നിലവിലെ ഗ്രീൻ കാർഡ് പ്രോസസ്സിങ്ങിനേക്കാൾ വളരെ വേഗത്തിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കും. സമയമാണ് ഇതിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 2, മെറിറ്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ. ഇത് പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റമാണ്. അതായത് കുടുംബ ബന്ധങ്ങളോ ലോട്ടറിയോ അല്ല, അപേക്ഷകന്റെ കഴിവുകൾ, വിദ്യാഭ്യാസ യോഗ്യത, സാമ്പത്തിക ശേഷി, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ എന്നിവയാണ് ഇവിടെ പ്രധാന മാനദണ്ഡം. മൂന്നാമതായി H-1Bക്ക് പരിഹാരം. H-1B വിസയുടെ പരിമിതികളിൽ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ ടെക്കുകൾക്ക് ഇതൊരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുണ്ട്. H-1Bയുടെ കാലപരിധിയോ ജോലി നഷ്ടപ്പെട്ടാലുള്ള ഭീഷണിയോ ഈ കാർഡിനില്ല. ആർക്കായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ്? ഈ ഗോൾഡ് കാർഡ് വിസയുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള എക്സെപ്ഷണൽ ടാലൻ്റ് ഉള്ള ആളുകൾ. പ്രധാനമായും 3 വിഭാഗക്കാർക്കാണ് ഇതിൻ്റെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കുക. 1, ടെക് സയൻസ് മേഖലകളിലെ ഹൈ സ്കിൽഡ് പ്രൊഫഷണലുകൾ. എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ PhD ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതിലുമധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ. നൊബേൽ സമ്മാനം പോലുള്ള അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ ലഭിച്ചവർ അല്ലെങ്കിൽ അതിന് തുല്യമായ നേട്ടങ്ങൾ കൈവരിച്ചവർ. അടുത്തത് മികച്ച സംരംഭകർ. അമേരിക്കയിൽ വന്ന് ഗണ്യമായ തുക നിക്ഷേപിക്കാൻ, ഉദാഹരണത്തിന് EB-5 വിസയുടെ പരിഷ്കരിച്ച രൂപം പോലെ തയ്യാറുള്ളവർ. പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ആരംഭിച്ച് നിരവധി അമേരിക്കക്കാർക്ക് ജോലി നൽകാൻ കഴിവുള്ള ബിസിനസ്സുകാർ. 3, ക്രിയേറ്റീവ് മൈൻഡ്സ്. കായിക രംഗത്തും കലാരംഗത്തും ലോകോത്തര നിലവാരം പുലർത്തുന്നവർ. അതായത് അമേരിക്കയുടെ സാംസ്കാരിക മേഖലയ്ക്ക് വാല്യൂ അഡിഷൻ നൽകാൻ കഴിയുന്ന പ്രതിഭകൾ. ഇനി ഇത് ഇന്ത്യക്കാർക്ക് എങ്ങനെ ഗുണകരമാകുമെന്ന് നോക്കാം. ഇന്ത്യൻ ടാലന്റ് പൂൾ ലോകമെമ്പാടും പ്രശസ്തമാണ്, പ്രത്യേകിച്ച് ടെക്നോളജി, മെഡിസിൻ മേഖലകളിൽ. നിലവിൽ ഗ്രീൻ കാർഡിനുള്ള കാത്തിരിപ്പ് വർഷങ്ങളോളം നീണ്ടുപോകുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഈ ഗോൾഡ് കാർഡ് വിസ ഒരു റിലീഫ് ആയിരിക്കും. ഇതുവഴി അവർക്ക് വളരെ വേഗത്തിൽ അമേരിക്കയിൽ സ്ഥിര താമസം ഉറപ്പിക്കാനും യാതൊരു വിസ റെസ്ട്രിക്ഷൻ ഇല്ലാതെ അവിടെ ജോലി ചെയ്യാനും സാധിക്കും.